നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി NDA സഖ്യത്തിൽ ചേരും എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ് മാനില കോൺഗ്രസ്. പാർട്ടി അധ്യക്ഷനായ GK വാസൻ തന്നെയാണ് ഈ വിവരം മാധ്യമങ്ങളെ അറിയിക്കുന്നത്. മാത്രമല്ല, GK വാസൻ നാളെ തിരുപ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലിയിലും പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ നയിക്കുന്ന എൺമണ്ണ് എൺമക്കൾ എന്ന യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് മോദി തിരുപ്പൂരിൽ എത്തുന്നത്. മോദി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് തമിഴ് മാനില കോൺഗ്രസ് NDAയുമായുള്ള സഖ്യം സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നതെന്നതും വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, വാസന്റെ അച്ഛൻ GK മൂപ്പനാർ 1996 കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞാണ് TMC എന്ന തമിഴ് മാനില കോൺഗ്രസ് രൂപീകരിക്കുന്നത്. 1996 മാർച്ചിൽ 11ാം ലോക്സഭയിലേക്കും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ചില നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ വിജ്ഞാപനമുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ജയലളിതയുടെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതോടുകൂടിയാണ് മൂപ്പനാർ ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പടിയിറങ്ങി പോകുന്നത്. പിന്നീട് PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കേന്ദ്ര കോൺഗ്രസ് മന്ത്രിസഭയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായിരുന്ന P ചിദംബരവും M അരുണാചലവും ഈ സഖ്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ച് തമിഴ് മാനില കോൺഗ്രസിനൊപ്പം നിന്ന ചരിത്രം കൂടിയുണ്ട്. 2001 ഓഗസ്റ്റിലാണ് മൂപ്പനാർ അന്തരിക്കുന്നത്. അതിനുശേഷമാണ് മകൻ GK വാസൻ ഈ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേരുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഈ തമിഴ് മാനില കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കരുത്തുറ്റ നേതാക്കൾ എല്ലാവരും തന്നെ ദ്രാവിഡ പാർട്ടികളിലേക്ക് കൂടുമാറി കഴിഞ്ഞിരുന്നു. അതിനുശേഷം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് വീണ്ടും കോൺഗ്രസ് പാർട്ടി വിട്ട വാസൻ 2014 ഈ തമിഴ് മാനില കോൺഗ്രസ് എന്ന TMC പുനരുജ്ജീവിപ്പിക്കുന്നത്. 2019 NDAയ്ക്കൊപ്പം നിന്ന ചരിത്രമുണ്ട് തമിഴ് മാനില കോൺഗ്രസിന്. എന്തായാലും ദക്ഷിണേന്ത്യയിൽ വലിയ നീക്കം നടത്തും BJP എന്നത് ഉറപ്പായിരുന്നു. മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ നിന്നും നേട്ടം കൊയ്യേണ്ടത് BJPയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം കൂടിയാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തമിഴ് മാനില കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ NDA പക്ഷത്തേക്ക് ചേക്കേറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.